നമസ്കാരം. മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തമ്മിൽ കാണിച്ച പോലെ 3 വിശിഷ്ടമായ വസ്തുക്കൾ കൊണ്ട് ഈ വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ സ്വഭാവത്തെയും അവരുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥകളെയും ഒക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ചില സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു വസ്തു തിരഞ്ഞെടുത്ത് കാണുമെന്ന് കരുതുകയാണ്. ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ ഏതിനെ കുറിച്ച് പറയുന്നതായിരിക്കും ശ്രേഷ്ഠമായ കാര്യങ്ങളെന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. വ്യത്യസ്തമായി 3 വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ടാകുമെന്നും പറയാറുണ്ട്. ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്നുള്ളത് സ്വയം വിലയിരുത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. പൊതുവെ ഇപ്പോൾ കൂടുതലും ഈ ചാനലിലൂടെ നക്ഷത്ര ഫലമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവതരണ ശൈലിയായിരിക്കും അതിലുള്ളത്. എന്നാൽ നമുക്കറിയാം, ഇതുപോലുള്ള ലക്ഷ്മശാസ്ത്രങ്ങൾ നമ്മൾ നോക്കുമ്പോഴൊക്കെ ഇതൊരു തമാശ രൂപേണയോ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ചെറിയൊരു എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ എടുക്കാറില്ല. ലക്ഷണശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിൻ്റെയും ഒരു ലക്ഷണം മാത്രമാണ്, അപ്രകാരം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും അപ്രകാരമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൊതുവിൽ ഈ ജ്യോതിഷവും വാസ്തുവും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ചില കൗതുകം തോന്നും. അതുപോലെ തന്നെ ഇതിലെ സത്യാവസ്ഥകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു നിമിത്തമുണ്ടെന്ന് നമ്മൾ പറയും. എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്തുക്കൾക്കും ഒരു നിമിത്തമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ സമയത്തിനുള്ളിൽ നിങ്ങളൊരു വസ്തു തിരഞ്ഞെടുത്തിട്ടില്ല എങ്കിൽ ഇതിലേതെങ്കിലും ഒരു വസ്തു മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കേണ്ടതാണ്. മുൻപൊക്കെ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് ഇത് വളരെ ലളിതമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലൊരു വസ്തു തമാശ രൂപേണ തിരഞ്ഞെടുത്താൽ പോലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ചേർന്ന് വരാൻ വളരെ സാധ്യതയുണ്ട്. ആദ്യം നമുക്ക് ഈ 3 വസ്തുവിനെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഈ 3 വസ്തുക്കളും പൂജാദ്രവ്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ചന്ദ്രമാണ്, രണ്ടാമത്തത് കുങ്കുമമാണ്, അതുപോലെ മൂന്നാമത്തത് ഭസ്മവുമാണ്. ഇതിൽ ചന്ദ്രൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സവിശേഷ ഗുണങ്ങളുള്ള ആളുകളായിട്ട് ഇവരെ കാണുന്നു. പ്രത്യേകിച്ച് സർഗാത്മകമായ കഴിവുകൾ ഈ ആളുകൾക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദേവകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അത് പഠിക്കാനുമുള്ള ഭാഗ്യമുള്ളവരാണ്. അതായത് ആത്മീയജ്ഞാനം നേടാൻ കഴിയുന്നവരായിട്ട് ഇവരെ കാണുന്നു. കൂടുതലും സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഇവരുടെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവർ കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളുമായിട്ടാണ് ഇവരെ കാണുന്നത്. കലാകായിക രംഗത്ത് കഴിവുകൾ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ജീവിതത്തിൽ ഇവർക്ക് ആ കഴിവിലൂടെ ഉപജീവന മാർഗം തേടാൻ സാധിച്ചില്ലെന്ന് വരാം. എന്നാൽ ശാരീരിക ശ്രേഷ്ഠത കൊണ്ടും സ്വഭാവ സവിശേഷതകൾ കൊണ്ടും മറ്റാരേക്കാളും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഇവർ എവിടെ ചെന്നാലും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പറയാറുണ്ട്, ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ നോക്കിപ്പോകും. പക്ഷെ എന്താണ് അവരുടെ പ്രത്യേകത എന്ന് നമുക്കൊരു പക്ഷേ പറയാൻ സാധിക്കില്ല. അത്തരത്തിലൊരു ആകർഷണ സ്വഭാവം ഇവർക്കുണ്ട്. അഥവാ ഒരു ചൈതന്യമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്തരത്തിൽ ആളുകളെ പൊഴുത്തി പറയുന്നത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാകാനാണോ എന്ന്. അപ്രകാരമല്ല, മറിച്ച് ഇതിൻ്റെ ഒരു ലക്ഷണശാസ്ത്രമാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒരു കടയിലേക്കോ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ നിങ്ങൾ കടന്നു ചെന്നാൽ മറ്റാരേക്കാൾ കൂടുതൽ ശ്രദ്ധയും ബഹുമാനവും സ്നേഹവും നിങ്ങൾക്ക് ആ സ്ഥലത്ത് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പരിഗണന കൂടുതൽ കിട്ടുന്ന ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത്. ബാഹ്യമായ ജീവിതത്തിൽ ഒരുപാട് ശ്രേഷ്ഠന്മാരായിട്ട് ഇവരെ കാണുന്നുവെങ്കിലും എന്നാൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് ഇവർക്ക് വരാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട്, വളരെ ഈശ്വരാനുഗ്രഹമുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ പരീക്ഷണവും ജീവിതത്തിൽ കൂടുതലായിരിക്കുമെന്ന്. ജീവിതത്തിന്റെ പലതരത്തിലുമുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഇവരെന്നാണ് കാണുന്നത്. അത്തരം പരീക്ഷണങ്ങൾ ജയിച്ച് ജീവിതത്തിൽ വിജയം നേടിയവരായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാനുള്ള അനുഭവ സമ്പത്ത് ഇവർക്കുണ്ട് എന്നുള്ളതാണ് സത്യം. മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നവരാണ്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ്, ഇവർക്ക് പ്രത്യേക മുഖസൗന്ദര്യമുള്ളവരാണ്, എല്ലാത്തിനും ഉപരിയായിട്ട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നവരാണ്. ക്ഷിപ്രകോപവും ക്ഷിപ്രപ്രസാദവും ഇവരുടെ പ്രത്യേകതയാണ്. ചന്ദ്രൻ ഇഷ്ടപ്പെടുന്നവരുടെ ദൈവികമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈഷ്ണവ ചൈതന്യം തുളുമ്പുന്നവരാണ് ഇവര്. ഇനി ഹൈന്ദവ വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ വിഷ്ണു ഭഗവാന്റെ കൂടുതൽ അനുഗ്രഹമുള്ളവർ അല്ലെങ്കിൽ വിഷ്ണു പ്രീതി ഉള്ളവരായിട്ട് ഇവരെ കാണുന്നു എന്ന് പറയാം. എല്ലാവരോടും തന്നെ സ്നേഹത്തോടെ പെരുമാറാൻ ഇഷ്ടപ്പെടുന്നവരും
എല്ലാവരോടും മര്യാദയോടുകൂടി പെരുമാറാനും സ്നേഹത്തോടുകൂടി പെരുമാറാനും ഇവർ ശ്രമിക്കാറുണ്ട്. വളരെ സൗമ്യമായിട്ട് പെരുമാറാൻ അറിയുന്ന ആളുകൾ, അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ആളുകൾ. ഈ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇവരുടെ സംസാരത്തിലും രൂപത്തിലും മാത്രമല്ല ബുദ്ധി വൈഭവത്തിൽ പോലും വൈഷ്ണവ ചൈതന്യം തുളുമ്പി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വളരെ ബുദ്ധി കൂർമ്മതയുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത്. ഇത്തരത്തിൽ അതീവ സവിശേഷതയുള്ള ആളുകളാണ് ഈ ചന്ദനം തിരഞ്ഞെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള സവിശേഷ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് സ്വയം വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് വളരെയേറെ ദൈവപ്രീതി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലതരത്തിലുമുള്ള കർമ്മ തടസ്സങ്ങൾ ഉണ്ടാവുന്നത് എന്നായിരിക്കും. എന്നാൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ സംയോജിതമായിട്ട് ഇവർക്ക് നടന്നു കിട്ടുമെന്ന് തന്നെയാണ് ഇന്നത്തെ ലക്ഷണശാസ്ത്രത്തിലൂടെ കാണുന്നത്. പ്രകാരം ചിന്തിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും ഈശ്വരന്റെ അനുഗ്രഹമുള്ളവരാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യമുള്ളവരാണ് ഇവർ. എല്ലാറ്റിനും ഉപരിയായിട്ട് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലുള്ള ആളുകളായിട്ട് ഇവരെ കാണുന്നു. ഇനി ഇവരുടെ കണ്ണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവിൽ ശാന്ത സ്വരൂപമായ കണ്ണുകളായിരിക്കും. അതായത് ഒരുപാട് തീക്ഷ്ണതയുള്ള കണ്ണുകളായിരിക്കില്ല, ശാന്തതയാണ് അവരുടെ കണ്ണുകളിൽ നിഴലിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു സ്ഥിരമായ ജോലിയിൽ നിൽക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്വന്തമായ കഴിവിലൂടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിലവിലൊരു നല്ല ജോലി കിട്ടിയാൽ പോലും അതിനേക്കാൾ ഉയർന്ന തലത്തിലേക്ക് പ്രവേശിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇനി അപ്രകാരം ജോലിയിൽ പ്രവേശിക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് കുടുംബകാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നിർവഹിക്കുന്നവരായിരിക്കും. ഈ രണ്ട് രീതിയിൽ നോക്കിയാലും ചന്ദ്രൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ വളരെ ശ്രേഷ്ഠതയുള്ളവരായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി നമുക്ക് കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് നോക്കാം. കുങ്കുമം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവികമായ സങ്കല്പത്തിൽ ദേവിയുടെ പ്രതീകമായിട്ടാണ് പറയുന്നത്. അതായത് വളരെ ശക്തി സ്വരൂപത്തിന്റെ ഉടമകളായിട്ട് ഇവരെ കാണുന്നു. പലപ്പോഴും നമ്മൾ ശക്തി എന്ന് പറയുമ്പോൾ ശാരീരിക ശക്തിയായിരിക്കും പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നാൽ ആത്മധൈര്യമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത്. അതായത് മനോബലം കൂടുതലുള്ളവർ, ഭാഗ്യസാന്ദ്രത്തെക്കാൾ കൂടുതലായിട്ട് സ്വഭാവശുദ്ധിക്ക് പ്രാധാന്യം നൽകുന്ന ആളുകൾ. അതുപോലെ തന്നെയാണ് ദേവിയുടെ പ്രത്യേകം അനുഗ്രഹമുള്ള ആളുകളായിട്ട് ഇവരെ കാണുന്നു. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശത്രുക്കളെ ജയിക്കാനുള്ള പ്രത്യേകം കഴിവുള്ളവരാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിവുള്ളവരാണ്. ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവർക്കൊരു കൈപുണ്യമുള്ളവരാണെന്ന് വേണമെങ്കിൽ പറയാം. കൈപുണ്യം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം പാചകത്തെക്കുറിച്ചായിരിക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. അത് പാചകകലയിൽ മാത്രമല്ല, ഇവരൊരാളെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ആ ശുശ്രൂഷിക്കുന്ന ആൾക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ജന്മഗുണം കൊണ്ട് തന്നെ ഒരു ദൈവികമായിട്ടുള്ളതോ അല്ലെങ്കിൽ വൈദികമായിട്ടുള്ള കഴിവുള്ള ആളുകളായിട്ട് ഇവരെ കാണാം. ഇനി കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ശുശ്രൂഷ രംഗത്ത് ഡോക്ടറേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവേശിച്ചിട്ടുള്ളവരാണെങ്കിൽ അവരെത്തിപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ മേഖലയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളിൽ തന്നെ വിവിധ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും ആ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാനും ഇവരുടെ കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണാനുഭവങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, വ്യക്തിപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഈ കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും കുറവായിരിക്കും, അല്ലെങ്കിൽ അവരത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ പെട്ടെന്ന് മനസ്സ് വേദനിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ പോലും ഉപേക്ഷിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത്. പലപ്പോഴും ജീവിതത്തിന്റെ പല പരാജയങ്ങൾക്കും കാരണം ഇവർ ഇത്തരത്തിൽ ചെയ്തതാണെന്ന് പല ആളുകളും ഇവരെ കുറ്റപ്പെടുത്തുമ്പോഴും ഇവർ ചെയ്യുന്നതാണ് ശരിയെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരായിട്ട് ഇവരെ കാണാം. അസത്യം പറയാൻ കഴിയാത്തവരായിട്ട് ഇവരെ കാണുന്നു. അഥവാ അസത്യം പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ വളരെയേറെ മനോവിഷമം അവർക്ക് ഉണ്ടാവുന്നതാണ്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ദേവിയുടെ പ്രത്യേകം അനുഗ്രഹമുള്ളവരായത് കൊണ്ട് തന്നെ ശത്രുതാപരമായ കാര്യങ്ങൾ ഇവർ എത്തിപ്പെട്ടാൽ ആ എത്തിപ്പെടുന്ന ആളുകൾ ഇവരിൽ നിന്ന് മാറിപ്പോവുകയോ പരാജയപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ണുകളുടെ പവർ കൊണ്ടും കാഴ്ചയിലെ ചില പ്രത്യേകതകൾ കൊണ്ടും വളരെയേറെ പവർ ഉള്ളവരായിട്ട് ഇവരെ തോന്നുമെങ്കിലും ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണ് ഇവര്. അതുപോലെ തന്നെയാണ് ഏത് പ്രതിസന്ധിയിലേക്കും കടന്നു ചെന്ന് അതിനെ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. ഇനി ഇതിനെല്ലാം ഉപരിയായിട്ട് ചില പ്രത്യേക ഗുണങ്ങൾ കൂടി ഈ കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, കുടുംബ ജീവിതത്തിന് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിൽ വളരെയേറെ ദുഃഖം ഈ ആളുകൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പലപ്പോഴും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഈ കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ കഴിയും. ഒരു കാലത്ത് വളരെയേറെ കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന്
ശാന്തമായ ജീവിതം നയിക്കാനുള്ള യോഗവുമാണ് ഈ കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്ക് കാണുന്നത്. പല പ്രായത്തിലുള്ള ആളുകൾ ഈ കുങ്കുമം തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. അപ്രകാരം ചിന്തിക്കുമ്പോൾ അവരവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രത്യേകതകളിൽ മാറ്റം ഉണ്ടാകുമെങ്കിലും പൊതുവിൽ ചിന്തിക്കുമ്പോൾ ധൈര്യവും വീര്യവും ഉള്ളവരായിട്ടും ജീവിതത്തിന്റെ ഏത് മേഖലയിലും വിജയിക്കാൻ കഴിയുന്നവരായിട്ടുമാണ് ഇവരെ കാണുന്നത്. ഇനി ഇതിലൊരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്, പൊതുവിൽ ഈ കുങ്കുമം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ കണ്ണിന് വളരെയേറെ തീക്ഷ്ണത കൂടുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഒരുപാട് സവിശേഷതകൾ ഉണ്ടെങ്കിലും വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിലൂടെ പറയുന്നുള്ളൂ. ഇനി ഭസ്മം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് സകല കഴിവുകളും ഇവർക്കുണ്ടെങ്കിലും ഏതൊരു സ്ഥലത്തും വളരെ സൗമ്യമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത്. എന്നാൽ ഈ ആളുകളെ ഏതെങ്കിലും രീതിയിൽ പ്രകോപിപ്പിക്കുകയോ ഏതെങ്കിലും രീതിയിൽ ഇവരോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്താൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സർവനാശം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കുടുംബത്തിലെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ പ്രത്യേകം കഴിവുള്ളവരായിട്ട് ഇവരെ കാണുന്നു. ഏതൊരു പ്രശ്നത്തിനും പരിഹാര മാർഗമായിട്ട് മറ്റുള്ളവർ ഇവരെ കാണുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഭസ്മം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ പല ദോഷങ്ങളും മാറി നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് ഇവരെ കാണാം. എന്നാൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥായി ഭാവത്തിൽ ഇവരുടെ സ്വഭാവം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്വഭാവം ഇന്നതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഭസ്മം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് ആർക്കും തന്നെ കൃത്യമായി നിർവചനം ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ആളുകൾ ചില സമയത്ത് അതീവ പവറുള്ള ആളുകളായിരിക്കും. എത്ര വലിയ കാര്യം തരണം ചെയ്യാൻ ശക്തിയുള്ളവരായിട്ട് ചില സമയങ്ങളിൽ ഇവരെ കാണാം. എന്നാൽ വളരെ നിസ്സാര കാര്യങ്ങളിൽ പോലും ഒട്ടും മാനസിക ശക്തി ഇല്ലാത്തതായിട്ട് പെരുമാറുന്നതായിട്ടും ഇവരെ കാണാൻ കഴിയും. അതായത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഈ ഭസ്മം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്കാണെന്ന് പറയാൻ കഴിയും. അതേസമയം തന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ധൈര്യമില്ലാത്തതെന്ന് ചോദിച്ചാൽ അതും ഇവർ തന്നെയാണെന്ന് പറയുന്ന വിചിത്രമായ ഒരു സ്വഭാവത്തിന് ഉടമകളായിട്ടാണ് ഇവരെ കാണുന്നത്. ഒരുപാട് ലക്ഷണശാസ്ത്രങ്ങൾ ഇതിലൂടെ പറയാൻ കഴിയുമെങ്കിലും അതിസൂക്ഷ്മമായിട്ടുള്ള നിങ്ങളെക്കുറിച്ച് മറ്റാർക്കും അറിയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. വളരെ സ്നേഹനിധികളായിട്ടുള്ള ആളുകളാണ് ഇവര്. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബ ബന്ധങ്ങളിലാണ് ഇവർ കൂടുതൽ സന്തോഷവും സ്നേഹവും കണ്ടെത്തുന്നത്. സുഹൃത്ത് ബന്ധങ്ങളെക്കാൾ കൂടുതൽ കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്നവരായിട്ട് ഇവരെ കാണുന്നു. പലപ്പോഴും സ്വയം നാശം സംഭവിക്കുമോ എന്ന് പോലും ഭയപ്പെടുന്ന ആളുകളാണ് ഇവരെങ്കിലും മറ്റുള്ളവരെ നാശത്തിൽ നിന്ന് മുക്തി പ്രാപിപ്പിക്കാൻ പരമാവധി പരിശ്രമിക്കുന്ന ആളുകളായിട്ട് ഇവരെ കാണുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അതിൽ നിന്ന് പിന്മാറാൻ ഇവർ ശ്രമിക്കുന്നവരായിട്ടും എന്നാൽ ഏതൊരു കാര്യങ്ങളെയും ഏറ്റെടുത്ത് പ്രവർത്തിച്ച് പൂർണ്ണതപ്പെടുത്താൻ കഴിവുള്ളവരായിട്ടും ഇവരെ കാണുന്നു. നല്ല ധൈര്യമുള്ളവരും കഴിവുള്ളവരും ആത്മജ്ഞാനമുള്ളവരുമാണ് ഇവരെങ്കിലും പലപ്പോഴും ഇവർക്ക് ബിസിനസ് രംഗത്ത് അത്ര കണ്ട് ശോഭിക്കാൻ കഴിയാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭസ്മം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ കൂടുതലും വ്യക്തിപരമായ കഴിവിലൂടെയുള്ള ജോലികൾക്കാണ് ശ്രമിക്കാറുള്ളത്. കലാകായിക രംഗത്ത് ഇവർക്ക് പലപ്പോഴും ശോഭിക്കാൻ കഴിയുമെങ്കിലും പിന്നീട് അത്തരം കാര്യങ്ങളിൽ മാറ്റം വരികയോ മറ്റ് ജോലികൾ തേടിപ്പോവുകയോ ചെയ്യുന്ന ആളുകളായിട്ട് ഇവരെ കാണുന്നു. ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ ജോലികളിൽ ഏർപ്പെടാൻ യോഗഭാഗ്യമുള്ളവരായിട്ടും വ്യത്യസ്ത ജോലികളിലൂടെ പലതരത്തിലുമുള്ള ജീവിതാനുഭവങ്ങൾ നേടിയിട്ടുമുള്ളവരായിട്ട് ഇവരെ കാണുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും വിശിഷ്ട സ്ഥാനത്തിരിക്കാൻ യോഗഭാഗ്യമുള്ളവരും ആളുകൾ പ്രത്യേകമായിട്ട് ബഹുമാനിക്കുന്നവരുമായിട്ടാണ് ഇവരെ കാണുന്നത്. പൂജയും പ്രാർത്ഥനയും ചെയ്തില്ലെങ്കിൽ പോലും ദൈവചൈതന്യം തുളുമ്പി നിൽക്കുന്നവരായിട്ട് ഇവരെ കാണാം. പലപ്പോഴും ദേവകർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വിശിഷ്ട സ്ഥാനം ഈ ആളുകൾക്ക് ലഭിക്കാറുണ്ട്. മാത്രവുമല്ല ആളുകളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരും അധികാര സ്ഥാനത്തിരിക്കാൻ യോഗഭാഗ്യമുള്ളവരുമായിട്ട് ഇവരെ കാണുന്നു. ചിലപ്പോൾ ചെറിയ പ്രായങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരിക്കലും എത്തില്ല എന്ന് പ്രതീക്ഷിച്ചവരായിരിക്കും ഇവര്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്താൻ യോഗഭാഗ്യമുള്ളവരാണ് ഇവര്. പൊതുവിൽ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭസ്മം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഇനിയും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ലക്ഷണമായിട്ട് കാണുന്നത്. ഇവരുടെ ചിന്തകൾ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കർമ്മമാണ് ജീവിതമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവര്. പലപ്പോഴും ഈശ്വര നിയോഗമാണ് ഇവരുടെ കർമ്മമായിട്ട് മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വതും ഈശ്വരനിൽ സമർപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഇവര് ശ്രമിക്കാറുണ്ട്. എന്നാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ഇവര് ചിലപ്പോൾ വേദന അനുഭവിക്കുന്നതായിട്ട് കാണാം. പൊതുവിൽ ഒരു ഉത്തമ സുഹൃത്തായി മാറാൻ കഴിയുന്ന മഹത് വ്യക്തികളായിട്ട് ഇവരെ കാണുന്നു. എന്നാൽ പലപ്പോഴും ബാഹ്യമായ അവസ്ഥയിലൂടെ ഇവരുടെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ പലർക്കും കഴിയാതെ പോകാറുമുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയാനുണ്ടെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് പര്യവസാനിപ്പിക്കുകയാണ്. ഈ 3 വസ്തുക്കളും ഭൗതിക തലത്തിൽ ശ്രേഷ്ഠമായ വസ്തുക്കളായിട്ടാണ് പറയുന്നത്. 3 ദേവകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന പുണ്യവസ്തുക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 വസ്തുക്കൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളും സവിശേഷ ഗുണമുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇത് ശ്രവിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിനങ്ങൾ ആശംസിക്കുന്നു. എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.